ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ചാലിയത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേങ്കിൽ നമ്മളിവിടെ കാണാൻ വന്ന മാരിയത്ത് മാറാടാണ് സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുടുംബ വീട്ടിൽ വന്നതാണ് നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. മാരിയത്തിനെ പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മാരിയത്ത് ജനിക്കുന്ന സമയത്ത് കാലിന് ചെറിയൊരു ബലക്കുറവ് അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ നടക്കാൻ ചെറിയൊരു എന്ന് വെച്ച് നടക്കാൻ പറ്റാത്ത വിഷയമൊന്നുമില്ല. നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കാല് ചെറിയ രീതിയിലൊരു വലിച്ചു വെക്കും പോലെയാണ്. പിന്നെ സ്വന്തമായിട്ട് വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ട്, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. വീടൊന്നും കാണിക്കാത്തത് ഇത് ഇവരുടെ വീടല്ലാത്തത് കൊണ്ടാണ്. അവർ ഇവിടെ വന്നുകൊണ്ട് ഈ വീട് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മാരിയത്ത്. എന്തൊക്കെയാ വിശേഷമോ? സുഖല്ലേ? ആ, ഇത് ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരെന്താ? റാബിയ അല്ലേ? ആ. അപ്പോൾ ഒക്കെ ജന്മന ഉള്ളതാണ് ഈ ബുദ്ധിമുട്ട് അല്ലേ? ജനിക്കുമ്പോൾ കാലിന് ബലക്കുറവ് വന്നതാണ് അല്ലേ? ബലക്കുറവല്ല, കാലിങ്ങനെ മുടത്തിട്ടതിന് വന്നത്. വളഞ്ഞിട്ടതിനുള്ളത്. അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് പ്ലാസ്റ്റർ ഇട്ട് അപ്പം അവിടുന്ന് പറഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിച്ചല്ലേ. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഈ കാലിൻ്റെ ഉള്ളിൽ മുറിവ് പറ്റി. ഈ പ്ലാസ്റ്റർ ഇങ്ങനെ വരിഞ്ഞിട്ട് മുറിവ് വന്ന് അപ്പം അത് അവിടുന്ന് കെടുത്തി അത് ഉണക്കത്തിലായി. അപ്പം കാല് പിന്നെ ശരിയായി വീട്ടിൽ വന്നു. അത് ശരി. ഇപ്പം വലിയ വിഷയമില്ലല്ലോ, നടക്കുമ്പോ മനസ്സിലാകുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ. ഉമ്മ ബേജാറാണ്ട് നല്ല കൂളായിട്ട് നിൽക്കട്ടാ. എന്തിനാ ബേജാറാന്നേ? സമാധാനമായിട്ട് നിൽക്കട്ടാ. ഒരു 10 മിനിറ്റ് ഒരു കാര്യം പറയാ, പെട്ടെന്ന് നിർത്തൂലേ? മരിയത്തിന്റെ ഉപ്പ നിങ്ങൾക്ക് എത്ര മക്കളാ? 2 ഒരാണും. അപ്പോൾ കല്യാണ ആലോചനകൾ നിങ്ങൾ നോക്കിയില്ലേ? എന്താ ഇത്ര വൈകിയേ? കൊറേ വന്നിക്കണേ ഈ കാലിന്റെ പ്രശ്നത്തിൽ കൊറേ നേരം പോയി. അങ്ങനെയാണല്ലേ? 43 വയസ്സാണ് ഇപ്പോൾ മാര്യത്തിന് ആയത് കേട്ടോ. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 47 വയസ്സ് വരെ നോക്കാം. ഒരു 5 വയസ്സ് വ്യത്യാസത്തിൽ അല്ലേ? ദൂരം നമുക്ക് പ്രശ്നമുണ്ടോ? ഒരു മലപ്പുറത്ത് അങ്ങോട്ട് പോകണ്ട. കോഴിക്കോട് മലപ്പുറം അല്ലേ? കോഴിക്കോട് പറ്റൂലേ? കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും നമുക്ക് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം. മാര്യത്തെ എന്നിട്ട് എന്തൊക്കെയുണ്ട്? പിന്നെ സ്റ്റിച്ചിങ് എല്ലാം സ്റ്റിച്ച് ചെയ്യോ? എന്തൊക്കെ ചെയ്യോ? ഷർട്ട്, ബ്ലൗസ്, സാരി ബ്ലൗസ്. ആണുങ്ങളെ ഷർട്ടും ചെയ്യോ? ചെറിയ കുട്ടികൾക്ക് മാത്രം. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാലോ? ഓർഡർ അല്ല, ഓരോരുത്തർ വന്നാൽ വീട്ടിൽ കൊണ്ടുവന്നാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കട ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കടയാ? കട വീട്ടിലുള്ള കടയാണ്. പലചരക്ക് സാധന? അല്ലല്ല, ടൈലറിങ്ങിന്റെ. ടൈലറിങ്ങിന്റെ തന്നെ ഷോപ്പാണ് അല്ലേ? വീട്ടിൽ ഇങ്ങനെ നടത്തുകയാണ് അല്ലേ? അത് ശരി. കുറെ വർഷമായോ അത്? അതിപ്പോ 3-4 വർഷമായി. അപ്പൊ അത് പിന്നെ മാര്യത്ത് ഈ ചവിട്ടിയിട്ടാണോ അല്ലെങ്കിൽ മിഷീനാണല്ലേ? മോട്ടറാണ്. നടക്കുമ്പോ കാലുവേദന അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇത് നമുക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഇല്ല അല്ലേ? നടക്കുമ്പോ ചെറിയൊരു വലിച്ചു വെക്കും പോലെ കാണുന്ന എനിക്ക് തോന്നുന്നുള്ളതേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ മാര്യത്ത് എത്ര വരെ പഠിച്ചേ? 10 വരെ. അതിനുശേഷം പിന്നെ ഒന്നിനും പോയില്ല അല്ലേ? മാര്യത്തിന് എന്താ പറയാനുള്ള? എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? പറഞ്ഞോ. ബാധ്യതയില്ലാത്തൊരു മരിക്കുന്നതിന് ജീവിക്കാൻ പറ്റുമോ? അതായത് മാര്യത്തിനെ നല്ലപോലെ നോക്കുന്ന, ബാധ്യതയില്ലാത്ത, നിലവിൽ ഭാര്യമാരും കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഭാര്യ മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ നമ്മൾ സ്വീകരിക്കൂലേ അല്ലേ? അതൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷെ മക്കളില്ലാത്തല്ലേ? മക്കൾ ഉള്ള പറ്റുമോ? മക്കളില്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. മാര്യത്തിൻ്റെ ഫസ്റ്റ് വിവാഹമാണ്. നിങ്ങൾക്കറിയാലോ, ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ആ കാലത്തൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്ക് വരെ കല്യാണം നടക്കാത്തൊരു സാഹചര്യമായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് മാര്യത്തൊക്കെ ഇങ്ങനെ കല്യാണം കഴിയാതെ നിന്ന് പോയത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ അന്ന് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ പേരിലൊന്നും കല്യാണം നടക്കാതിരിക്കില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. മനസ്സിലാക്കുന്ന നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ. നല്ലപോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ വരുന്ന ആളെ പറ്റി പിന്നെ ആർക്കും ഉള്ള ഫോട്ടോ അയച്ചു കൊടുക്കരുത്, വീഡിയോ കോൾ അത് ഇതൊന്നും പറഞ്ഞാൽ കൊടുക്കരുത്, ഓളെ നമ്പറും കൊടുക്കരുത് കേട്ടോ. മാര്യത്തിൻ്റെ പുതിയൊരു സിം എടുത്തിട്ട് അത് ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്യുക കേട്ടോ. ഓക്കെ, മാക്സിമം എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡി ആകട്ടെ. വേറെ എന്തെങ്കിലും ഉമ്മാക്ക് പറയാനുണ്ടോ? ഉമ്മാക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഓൾക്ക് നല്ലൊരു കെട്ടായിരിക്കണം. ഓളെ മരണം വരെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റിയൊരു ചങ്ങായി ആവണം. അത്രേ ഉള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാളാവട്ടെ.
നിങ്ങളെ കറക്റ്റ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാറാടാണ് അല്ലേ? മാറാട് എവിടെയാ? ആറാട് വായനശാല. വായനശാല അല്ലേ? ആ അവിടെയാണ് ഒരു കറക്റ്റ് വീട് കേട്ടോ. ഉമ്മ, ആ മര്യത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓള് വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോവില്ല. ആ പിന്നെ ഒരാളേറ്റ് അങ്ങനെ കളി തമാശക്ക് ഒന്നും പോവില്ല. ഉള്ളത് അടിച്ചിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും. പുറത്തേക്ക് ഒരു വിരുന്നിനോ ഒന്നിനോ ഒന്നും നോക്ക് താല്പര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കല മര്യത്തെ? പുറത്തേക്കൊന്നും പോലില്ല? ആവശ്യത്തിന് മാത്രം. അപ്പുറത്തും ഇപ്പുറത്തും പോയി കഥ പറയാനൊന്നും മര്യത്ത് പോക്കില്ല അല്ലേ? അതെ. അപ്പോൾ ഓളോളെ ജോലിയായിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് ഉണ്ടാവും, അത് പഠിച്ച് വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടലാണ് അല്ലേ? അതെ അതെ അതെ. എന്നാ അമ്മ വേറൊന്നുമില്ലല്ലോ? ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് മര്യത്തിന്റെ കല്യാണം നടക്കട്ടെ അല്ലേ? മര്യത്തെ എന്നാ പോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും.